സംഘടനാ പാരമ്പര്യമൊക്കെ പറഞ്ഞ് വീമ്പിളക്കി പഴയ സ്മരണകൾ ഓർമ്മിപ്പിച്ച് അയവറക്കുന്ന രീതിയിലാണ് CPIയിൽ കുറേയധികം കടൽ കിഴവന്മാർ ഉള്ളത്. അവരാരെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തുറന്നടിച്ചിരിക്കുകയാണ് മുതിർന്ന CPI നേതാവായ ദിവാകരൻ പോലും. താനടക്കമുള്ള പല നേതാക്കളും ഇന്ന് CPIയുടെ ഭാഗമായി ഇരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഇനി കഴിയില്ല. എന്നാൽ യുവാക്കളൊട്ടും ആകർഷിക്കപ്പെടുന്നതുമില്ല. ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ നിന്നാൽ CPI 10 കൊല്ലത്തിനകം തന്നെ നാമാവിശേഷമാകും എന്ന നഗ്ന സത്യമാണ് കൃത്യമായും ദിവാകരൻ അടക്കമുള്ളവർ തുറന്നടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ CPIയുടെ പിളർപ്പ് അത് എല്ലാ തരത്തിലും പാർട്ടിയിലെ വിമതരുടെ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിൽ ഇസ്മായിൽ വിഭാഗമാണ് എന്ന ശക്തമായ ആരോപണമുണ്ട്. നമുക്കറിയാം, പട്ടാമ്പിയിൽ ഇസ്മായിൽ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ആധിപത്യവും ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ഉണ്ട് താൻ. നിലവിൽ പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനാണ്. അദ്ദേഹവും CPIയുടെ നേതൃത്വത്തെ തുറന്നാക്ഷേപിക്കുന്നുണ്ട്. സുനിൽകുമാർ എന്ന മുൻ കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹം VS സർക്കാരിൽ അദ്ദേഹം പിണറായി വിജയൻ സർക്കാരിൽ ഒന്നാം സർക്കാരിൽ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പോലും കാര്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഖേദപൂർവ്വം തന്നെ തുറന്നടിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ തൻ്റെ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIM നടത്തിയ അള്ളുവെപ്പിനെ കുറിച്ചും സുനിൽകുമാർ ആക്ഷേപം നടത്തിയിട്ടുമുണ്ട്. അവിടെ നടന്ന വോട്ട് കച്ചവടത്തിൽ വലിയ തോതിലുള്ള പങ്ക് CPIMൻ്റെ നേതാക്കൾക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് സുനിൽകുമാർ അടക്കമുള്ളവർ. ഇപ്പോഴത്തെ രാഷ്ട്രീയ രീതിയിൽ മുന്നോട്ട് പോയാൽ ലോക്സഭയിൽ എങ്ങനെയാണോ CPI നാണം കെട്ട് തോറ്റത്, അതുപോലെ തന്നെ നിയമസഭയിലും അതിൻ്റെ ആവർത്തനമുണ്ടാകും. CPIയുടെ പല നിയമസഭാ സീറ്റുകളും കണ്ണുവച്ചിരിക്കുന്ന BJPയാണ്. BJPക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനും തയ്യാറായി നിൽക്കുകയാണ് CPIM നേതാക്കൾ. അവരുടെ പോഷക സംഘടന ഉൾപ്പെടെയുള്ളത് ഏതു തരത്തിലും CPIയെ നാണം കെടുത്താനും താറടിക്കാനും ശ്രമിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും മറ്റേത് തെരഞ്ഞെടുപ്പിലും അവരുടെ പ്രവർത്തകർ ഒന്നും തന്നെ CPI നേതാക്കൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയോ ചുമരെടുത്ത് നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. മറ്റ് LDFിലെ ഘടകകക്ഷികൾ ചെയ്യുന്ന ആത്മാർത്ഥത പോലും CPIMകാർ നടത്താറില്ല എന്ന നഗ്ന സത്യമാണ് CPIയുടെ പല നേതാക്കളും പാലക്കാട് ജില്ലയിൽ തുറന്നടിച്ചിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനം നടക്കവേ ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ ഉണ്ടാകുന്ന വിമത നീക്കം മറ്റു ജില്ലയിലും അതിൻ്റെ ഒരു അനുരണനം ഉണ്ടാവുകയാണ്. കണ്ണൂരിലും സമാനമായ രീതിയിലാണ് CPI പ്രതികരിക്കുന്നത്. CPIMൻ്റെ പെട്രോൾ പമ്പ് വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളിക്കത്തിച്ച് ജനരോക്ഷം CPIമിന് എതിരാക്കാനും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ CPI ശ്രമിക്കുന്നുവെന്നും ഇപ്പോൾ MV ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത് അതിനാലാണ്.